have the same kinetic energy at a certain instant while they are moving along two parallel tracks. Which one will have greater momentum? ആർക്കായിരിക്കും മൊമെന്റം കൂടുതൽ? ആർക്കായിരിക്കും മൊമെന്റം കൂടുതൽ? നമുക്കറിയാം, ഇക്വേഷൻ അറിയാലോ. K is equal to P square by 2m. Then P is equal to root 2m K. K സെയിം ആണെന്ന് പറയുന്നുണ്ട്. 2 നോക്കണ്ട, കോൺസ്റ്റന്റ് ആണ്. എന്ത് പറയാം? P പ്രൊപ്പോർഷണൽ ടു റൂട്ട് m എന്ന് പറയും, അല്ലെ? അതായത് മാസ് കൂടുതലാണെങ്കിൽ മൊമെന്റം കൂടുതലായിരിക്കും. മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ്. അപ്പൊ മാസ് കൂടുതലാണെങ്കിൽ മൊമെന്റം കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് മൊമെന്റം കൂടുതൽ? മാസ് ആർക്കാണോ കൂടുതൽ അതിനാണ് മൊമെന്റം കൂടുതൽ. ആർക്കാ മാസ് കൂടുതൽ? കാറിനാണോ ട്രക്കിനാണോ? ട്രക്കിനല്ലേ. അപ്പൊ ട്രക്കിനാണ് മാസ് കൂടുതൽ. സോ ട്രക്കിനായിരിക്കും എന്ത്? മൊമെന്റം കൂടുതൽ. ക്ലിയർ? ഓക്കെ അല്ലേ? സോ ബി പാർട്ട് നോക്കാം. If the mass of truck is 100 times greater than that of the car, find the ratio of velocity of the truck to that of the car. ട്രക്കിന്റെ മാസ് കാറിന്റെ മാസിന്റെ 100 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രക്കിന്റെ വെലോസിറ്റി ടു കാറിന്റെ വെലോസിറ്റി റേഷ്യോ ആണ്. ഓക്കെ, എന്തൊക്കെ നമുക്കറിയാം? ഒന്നാമത്തെ കാര്യം നമുക്ക് കെ സെയിം ആണെന്ന് അറിയാം, അല്ലെ? കെ ഓഫ് ട്രക്ക് ഈസ് ഈക്വൽ ടു കെ ഓഫ് കാർ എന്നറിയാം, ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നത് മാസ് ഓഫ് ട്രക്ക് ഈസ് 100 ടൈംസ് മാസ് ഓഫ് കാർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ട്രക്ക് VT ബൈ VC ആണ് കാണേണ്ടത്. വെലോസിറ്റി ഓഫ് ട്രക്ക് ടു വെലോസിറ്റി ഓഫ് കാർ VT ബൈ VC ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് സെയിം ആണല്ലോ, അല്ലെ? രണ്ടിന്റെ കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യും. KE ഓഫ് ട്രക്ക് ഈസ് ഈക്വൽ ടു KE ഓഫ് കാർ. എങ്ങനെ കൈനറ്റിക് എനർജി ആണ്? ഹാഫ് mv സ്ക്വയർ, ഹാഫ് മാസ് ഓഫ് ട്രക്ക് ഇൻറ്റു VT സ്ക്വയർ ഈക്വൽ ടു ഹാഫ് മാസ് ഓഫ് കാർ VC സ്ക്വയർ. ഹാഫ്, റൈറ്റ്? എന്ത് വേണം? VT ബൈ VC വേണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് VT സ്ക്വയർ ബൈ VC സ്ക്വയർ എടുക്കാം. എന്താ വരിക? VT സ്ക്വയർ ബൈ VC സ്ക്വയർ ഈക്വൽ ടു MC ബൈ MT. MC ബൈ MT, ശരിയല്ലേ? എനിക്ക് VT സ്ക്വയർ ബൈ VC സ്ക്വയർ അല്ല വേണ്ടത്, എനിക്ക് VT ബൈ VC ആണ് വേണ്ടത്, റൈറ്റ്? അപ്പൊ എന്താ വരിക? VT ബൈ VC ഈസ് ഈക്വൽ ടു ആ സ്ക്വയർ അങ്ങ് പോകും, റൂട്ട് കാണാം, അല്ലെ? എന്താ വരിക? റൂട്ട് MC ബൈ MT എന്ന് വരും. റൂട്ട് MC ബൈ MT എന്ന് വരും. എന്ത് വരും? നമുക്കറിയാം MT is equal to 100 MC ആണ്. സോ MC ആണ്, MT റീപ്ലേസ് ചെയ്യാണ് 100 ടൈംസ് MC. ഓക്കെ, എന്താ പറ്റുക? MC ക്യാൻസൽ ആവും, ബാക്കി എന്ത് കിട്ടും? ആൻസർ VT ബൈ VC is equal to മോളിലെ റൂട്ട് 1 ബൈ താഴെ തോളെ. അപ്പൊ എന്താ ആൻസർ കിട്ടിയത്? റൂട്ട് 1 ബൈ റൂട്ട് 10, ദാറ്റ് ഈസ് 1 ബൈ 10 ആൻസർ. 1 ബൈ റൂട്ട് 10 ആൻസർ. ഓക്കെ, റേഷ്യോ ചെയ്താണെങ്കിൽ VT is to VC equal to, അല്ലെ? VT by VC ആണ് കിട്ടിയേക്കണേ. സോ VT is to VC എന്താ കിട്ടിയേക്കണേ? 1 is to root 1 is to root. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A pump on the ground floor of a building can pump water to fill a tank of volume 30 meter cube in 15 minutes. If the tank is 40 meter above the ground and the efficiency of the pump is 30%, how much electric power is consumed by the pump? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയക്കകത്തുള്ള പവർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ഒരു ടാങ്കിന്റെ വോളിയം 30 മീറ്റർ ക്യൂബ് ആണ്, റൈറ്റ്? ആ ടാങ്ക് ഇരിക്കുന്നത് 40 മീറ്റർ ഹൈറ്റിലാണ്. ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് 15 മിനിറ്റ് സമയം വേണം. അതിന് പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് പമ്പിന്റെ എഫിഷ്യൻസി എത്രയാണ്? 30% മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ പമ്പ് എത്രമാത്രം ഇലക്ട്രിക് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്? എത്രമാത്രം ഇലക്ട്രിക് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോ ഇവിടെ തന്നേക്കുന്നതിൽ എന്താണ് പ്രശ്നം? 30%. വാട്ട് ഈസ് ദാറ്റ്? എഫിഷ്യൻസി ഓഫ് പമ്പ്. പമ്പിന്റെ എഫിഷ്യൻസി ആണ് 30%, റൈറ്റ്? ദെൻ വാട്ട് ഈസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ.
എന്താണ് എഫിഷ്യൻസി? ഒരു പമ്പിന്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ, റൈറ്റ്? ഈറ്റ ആണ് സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് പവർ കിട്ടും. എന്താ ഇൻപുട്ട് പവർ കിട്ടുക? ഔട്ട്പുട്ട് പവർ ബൈ ഈറ്റ എന്ന് എഫിഷ്യൻസി എന്ന്. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ എത്ര എഫിഷ്യൻസി? 30% അല്ലേ? 30% പെർസെന്റേജ് മാത്രം ഇങ്ങനെ മാറ്റാം. 30% 30/100 എന്ന് എഴുതിയാൽ മതി, റൈറ്റ്? അപ്പൊ എന്ത് കിട്ടും? ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു, ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഫ്രാക്ഷൻ മേളിൽ പോകുന്ന സമയത്ത് 100/30 ഇൻറ്റു ഔട്ട്പുട്ട് പവർ എന്ന് കിട്ടും. ഔട്ട്പുട്ട് പവർ എന്ന് കിട്ടും. എല്ലാം കട്ടായിട്ട് അവസാനം എന്താ കിട്ടുക? ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു 10/3 ഇൻറ്റു ഔട്ട്പുട്ട് പവർ എന്ന് കിട്ടും, റൈറ്റ്? ഇനി ഇത് ബേസിക് ഡെഫിനിഷൻ കാണിച്ചു തന്നേക്കുന്നത്. വാട്ട് ഈസ് എഫിഷ്യൻസി? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. നമുക്ക് ഇൻപുട്ട് പവർ വേണമെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഔട്ട്പുട്ട് പവർ ബൈ എഫിഷ്യൻസി. എഫിഷ്യൻസി അറിയാം 30%. പെർസെന്റേജ് മാറ്റാൻ വേണ്ടി ബൈ 100 കൊടുത്തു, 30/100 മുകളിൽ പോയപ്പോൾ 100/30 ഇൻറ്റു ഔട്ട്പുട്ട് പവർ, കട്ട് ചെയ്യുമ്പോൾ 10/3 ഇൻറ്റു ഔട്ട്പുട്ട് പവർ വന്നു. ഇനി നമ്മുടെ കേസ് എന്താ നോക്കാം. നമ്മുടെ കേസ് നമ്മുടെ പമ്പ്. ഈ പമ്പിലേക്ക് പമ്പ് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും. ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും. അപ്പോൾ അതൊരു വർക്ക് ചെയ്യും. അതൊരു വർക്ക് ചെയ്യും. ആ വർക്ക് വെച്ച് എന്ത് ചെയ്യും? അത് എന്താ ചെയ്യാം? ഇത്രയും ഹൈറ്റിലോട്ട് വെള്ളം പമ്പ് ചെയ്യും. ഓക്കെ, ആ വർക്ക് എന്താ ചെയ്യണേ? ആ വർക്ക് ഉപയോഗിച്ച് എന്താ ചെയ്യാം? വെള്ളം എന്താ ചെയ്യാം? ഹൈറ്റിലോട്ട് പോകും, റൈറ്റ്? അപ്പോ ഈ പമ്പ് ചെയ്യുന്ന വർക്കാണ് ഇവിടുത്തെ എനർജി ആയിട്ട് മാറുന്നത്, അല്ലെ? വെള്ളം, വാട്ടർ എന്താ ചെയ്യുന്നത്? മേളിലേക്ക് പോവാണ്. പൊസിഷൻ മാറുമ്പോൾ എന്ത് എനർജി മാറും? പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. അപ്പൊ വാട്ടറിന്റെ എനർജി അവിടെ മാറി. എന്ത് എനർജി മാറി? പൊട്ടൻഷ്യൽ എനർജി അവിടെ മാറുന്നുണ്ട്. എനർജി മാറാൻ കാരണം എന്താ? പമ്പ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അഗെയിൻ എനർജി കൺവേർഷൻ നടക്കണം, അല്ലെ? പമ്പ് ചെയ്യുന്ന വർക്ക് അവിടെ എന്തായിട്ട് മാറി? ആ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ചേഞ്ച് ആയിട്ട് മാറുകയാണ്, റൈറ്റ്? എന്താണ് കേസ് എന്ന് പറയുന്നത്? പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. സോ പമ്പ് എന്താ ചെയ്യണേ? ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യണം. അത് വെച്ച് എന്ത് ചെയ്യും? പമ്പ് വർക്ക് ചെയ്യും. ആ വർക്ക് വെച്ച് എന്താ നടക്കുന്നേ? വാട്ടർ മേളിലേക്ക് റൈസ് ആവും, ടാങ്കിലേക്ക് പോകും. അപ്പൊ അവിടെ വർക്ക് കാരണമാണ് വാട്ടർ മേളിലേക്ക് പോകുന്നത്. വർക്കാണ് എന്ത് ചെയ്യുന്നത്? ആ വാട്ടറിന്റെ എനർജി ആയിട്ട് മാറുന്നത്. എന്ത് എനർജിയാ? മേളിലേക്ക് പോവാണ്, അല്ലെ? മേളിലേക്ക് പോകുമ്പോൾ എന്ത് എനർജി ആയിട്ട് മാറും? പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. സോ ആ വാട്ടറിന്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കാരണം ആരാ? വർക്കാണ്. അല്ലെങ്കിൽ പറയാം വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. അവിടെ എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ. സോ ഈ പമ്പ് ചെയ്യുന്ന വർക്ക് എന്താണ്? അവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഗ്രൗണ്ടിനാണ് റൈസ് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി, റൈറ്റ്? ഇനി നമ്മൾ ഈ കേസ് നോക്കാം. പമ്പിന്റെ എഫിഷ്യൻസി അറിയാം. ഏതാ പമ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആണ്. സോ ഇതാണ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഇനി പുറത്തേക്ക് പോകുന്ന ഔട്ട്പുട്ട്. എന്താ പമ്പ് ചെയ്യുന്നത്? ഒരു വർക്ക് പുറത്തേക്ക് കൊടുക്കുകയാണ്, അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് ആരാണ്? ഈ വർക്കാണ്. ഈ വർക്കാണ്. അപ്പൊ പമ്പ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇൻപുട്ട് ആരാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. പമ്പ് ഒരു വർക്ക് കൊടുക്കുകയാണ് ചെയ്യണേ, പുറത്തേക്ക് വർക്ക് തരികയാണ് ചെയ്യണേ. സോ ഔട്ട്പുട്ട് ആരാണ്? വർക്കാണ്. ആ വർക്ക് കൊണ്ട് വാട്ടർ മേളിലേക്ക് റൈസ് ചെയ്യുന്നു. വാട്ടറിന്റെ എനർജി മാറുന്നു. എന്ത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. സോ വർക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ആയി. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? പക്കയല്ലേ? ബാക്കി എന്തൊക്കെ വേണം? അപ്പൊ നമുക്ക് എന്താ ചോദിച്ചേക്കണേ? ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഇലക്ട്രിക് പവർ ഈസ് കൺസ്യൂം. അപ്പോ ഈ പമ്പ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ആണ് വേണ്ടേ? വാട്ട് ഈസ് ഇലക്ട്രിക്കൽ എനർജി? ഇൻപുട്ട് പവർ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇൻപുട്ട് ആണ് വേണ്ടത്. അതിന്റെ ഇക്വേഷൻ ആണ് 10/3 ഇൻറ്റു ഔട്ട്പുട്ട് പവർ എന്ന് കിട്ടിയേക്കണം. ഓക്കെ അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട് പവർ വേണം. അതായത് ഈ വർക്ക് വേണം. ഏത് വർക്ക് വേണം? ആ പമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് വേണം. അതെങ്ങനെ കിട്ടും? വർക്ക് ഈസ് ഈക്വൽ ടു ആരാ? ആ വർക്ക് കാരണമാണ് വാട്ടർ പൊങ്ങിയത്, അല്ലെ? മേലേക്ക് റൈസ് ആവുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി, റൈറ്റ്? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാം. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു
ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു 10/3 ഇൻറ്റു ആരാണ് ഔട്ട്പുട്ട് പവർ. ശരിയല്ലേ? 10/3 ഇൻറ്റു ഔട്ട്പുട്ട് പവർ. ഇനി അതായത് പമ്പ് കൊടുക്കുന്ന പവർ, പമ്പ് കൊടുക്കുന്ന വർക്ക് എന്താ ചെയ്യണേ? അത് എനർജി ആയിട്ട് മാറി അല്ലെ? സോ ഔട്ട്പുട്ട് പവർ ആണ് വേണ്ടത്. പമ്പിന്റെ ഔട്ട്പുട്ട് എന്താ? വർക്കാണ്. സോ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു 10/3 ഇൻറ്റു പമ്പ് ചെയ്യുന്ന വർക്ക് ബൈ ടൈം അല്ലെ? പവർ ആണ് വേണ്ടത്. പവർ മീൻസ് വർക്ക് ബൈ ടൈം ആണ്. അപ്പോ ഔട്ട്പുട്ട് പവർ ആണ്. അപ്പൊ ഔട്ട്പുട്ട് വർക്ക് ബൈ ടൈം. പമ്പിന്റെ ഔട്ട്പുട്ട് എന്താ? വർക്ക് ബൈ ടൈം. ക്ലിയർ? ദെൻ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ 10/3 വർക്ക്. പമ്പ് ചെയ്യുന്ന വർക്ക് കാരണം അവിടെ എന്ത് മാറി? പൊട്ടൻഷ്യൽ എനർജി മാറി. വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. അപ്പൊ വർക്കിനെ റീപ്ലേസ് ചെയ്യാം ബൈ mgh അല്ലെ? പൊട്ടൻഷ്യൽ എനർജി ബൈ ടൈം. ഓക്കെ അല്ലേ? ടൈം വരാൻ കാരണം മനസ്സിലായല്ലോ? നമ്മൾ കാണുന്ന പവർ ആണ്. പവർ ആണെങ്കിൽ വർക്ക് ബൈ ടൈം ആയിരിക്കും. നമുക്ക് എനർജി മാത്രം മതിയായിരുന്നെങ്കിൽ ജസ്റ്റ് ടൈം വേണ്ടായിരുന്നു, mgh മാത്രം മതിയായിരുന്നു. ഇവിടെ പവർ ആണ് പറയുന്നത്, വർക്ക് ബൈ ടൈം ആണ്. ഓക്കെ, കേട്ടോ? ഒന്നുകൂടെ, പമ്പ് ഇലക്ട്രിക് എനർജി കൺസ്യൂം ചെയ്യുന്നു, അത് കാരണം ഒരു വർക്ക് ഉണ്ടാക്കുന്നു. ആ വർക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? വാട്ടർ മേലേക്ക് പോകും. സോ അവിടെ വർക്കാണ് എന്ത് ചെയ്യുന്നത്? എനർജി ആയിട്ട് മാറുന്നത്. ഇനി പമ്പിന്റെ ഇൻപുട്ട് ആരാണ്? ഇലക്ട്രിക്കൽ എനർജി. ആരാണ് ഔട്ട്പുട്ട്? പമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്. ആ വർക്ക് വെച്ച് വാട്ടർ റൈസ് ആയി. സോ വർക്ക് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. റൈറ്റ്? നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് പവർ വേണം. എവിടെ കിട്ടി? എഫിഷ്യൻസി. ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ എഫിഷ്യൻസി. വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു 10/3 ഇൻറ്റു ഔട്ട്പുട്ട് പവർ. റൈറ്റ്? നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട് പവർ വേണം. എങ്ങനെയാ പവർ കാണാം? വർക്ക് ബൈ ടൈം. സോ ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വർക്ക് ബൈ ടൈം. ഇനി വർക്ക്, പമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്, അതെന്തായിട്ട് മാറി? എനർജി ആയിട്ട് മാറി. സോ എന്ത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. സോ വർക്കിനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ മാറ്റാം? mgh ബൈ ടൈം. കഴിഞ്ഞു. ഇനി കൊണ്ടേ കൊടുത്താൽ മാത്രം മതി അല്ലെ? അപ്പൊ 10/3 ഇൻറ്റു മാസ് വേണം. നമുക്ക് എന്തറിയാം? നമുക്ക് വോളിയം അറിയാം. ടാങ്കിന്റെ വോളിയം അറിയാം. ടാങ്കിന്റെ വോളിയം എത്രയാണ്? 30 മീറ്റർ ക്യൂബ് ആണ് അല്ലെ? ടാങ്കിന്റെ വോളിയം എത്രയാ? 30 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമുക്ക് ടാങ്കിന്റെ മാസ് വേണം അല്ലെ? വാട്ടറിന്റെ മാസ് വേണം. അപ്പൊ ടാങ്കിന്റെ വോളിയം അറിയാം, 30 മീറ്റർ ക്യൂബ് ആണ്. അതിന് എങ്ങനെ മാസ് കിട്ടും? ആലോചിച്ച് നോക്കാം. 30 മീറ്റർ ക്യൂബ് ആണ് അല്ലെ? 30 മീറ്റർ ക്യൂബ് ആണ്. അത് മാസ് അല്ല. ഒരു മീറ്റർ ക്യൂബിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? 1000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ലിറ്റർ ആക്കാം. ഒരു മീറ്റർ ക്യൂബില് 1000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അപ്പോ 30 മീറ്റർ ക്യൂബ് എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? 30 ഇൻറ്റു 1000 ലിറ്റർ വെള്ളം ഉണ്ടാവും. ഇനി 1 ലിറ്റർ എത്ര കിലോഗ്രാമാ? 1 ലിറ്റർ വാട്ടർ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അപ്പൊ ഇൻറ്റു 1 kg കൊടുക്കാം. അപ്പൊ എന്തായാലും ഇത് മാസമായി. ഇൻറ്റു 1 kg ഇൻറ്റു kg. എന്തായിട്ട് മാറി? kg ആയിട്ട് മാറി. ഒന്നുകൂടെ പറയാം. തന്നേക്കുന്ന വോളിയമാണ് മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ പഠിക്കുക. 1 മീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണ്? 1000 ലിറ്റർ ആണ്. അപ്പൊ 30 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 1000 ലിറ്റർ ആണ്. ലിറ്ററിന്റെ കിലോഗ്രാം ഈസി ആണ്. 1 ലിറ്റർ വാട്ടർ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം വാട്ടർ ആണ്. അപ്പൊ വെറുതെ kg കൊടുത്താൽ മതി. അപ്പൊ എന്തായി? മാസായി. ഇൻറ്റു ജി വേണ്ടേ? 10 കൊടുക്കാം. ഇൻറ്റു എച്ച് എത്രയാ? എത്ര ഹൈറ്റ് എന്ന് പറയുന്നത്? ടാങ്ക് എത്ര മീറ്റർ ഹൈറ്റിലാണ്? ടാങ്ക് ഈസ് 40 മീറ്റർ ഹൈറ്റിലാണ്. സോ എച്ച് നമുക്കറിയാം 40. ടൈം വേണ്ടേ? എത്ര സമയം കൊണ്ടാണ് ടാങ്ക് ഫില്ല് ആവുന്നത്? 15 മിനിറ്റ് കൊണ്ടാണ് അല്ലെ? 15 മിനിറ്റ്സ് ആണ്. സോ ടാങ്ക് ഫില്ല് ചെയ്യാനുള്ള സമയം ടൈം 50 മിനിറ്റ്സ് ആണ്. സോ 15 മതിയോ? പോരാ. പവറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? വാട്ട് ആണ് അല്ലെ? അപ്പൊ മിനിറ്റിന് എന്ത് ചെയ്യണം? സെക്കൻഡ് ആണ്. 15 മിനിറ്റ് ആണ്. എങ്ങനെയാണ് മിനിറ്റ് സെക്കൻഡ് ആക്കുക? ഇൻറ്റു 60. ഓക്കെ, ക്ലിയർ? ബാക്കി കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ബാക്കി നിങ്ങൾ ചെയ്യും. കുഴപ്പമില്ലോ? കേട്ടോ? ഒന്നുകൂടെ. പമ്പ്, ഇൻപുട്ട് പവർ, ഔട്ട്പുട്ട് പവർ. ഇൻപുട്ട് ആരാണ്? ഇലക്ട്രിക്കൽ എനർജി. പമ്പ് ഒരു വർക്ക് ചെയ്യും ഔട്ട്പുട്ട് ആയിട്ട്. ആ വർക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിനെ വെള്ളേക്കും. അപ്പൊ പമ്പ് ചെയ്യുന്ന വർക്ക് ഈസ് ഈക്വൽ ടു ആ പൊട്ടൻഷ്യൽ ചെയ്യാം. ചോദിച്ചേക്കുന്ന ഇൻപുട്ട് പവർ ആണ്. അപ്പൊ എഫിഷ്യൻസി അറിയാം. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ എഫിഷ്യൻസി. കൊണ്ടുപോയി കൊടുത്തു, ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്കൊരു ഔട്ട്പുട്ട് പവർ വേണം. പമ്പിന്റെ ഔട്ട്പുട്ട് പവർ വേണം. എന്താ പമ്പിന്റെ ഔട്ട്പുട്ട്? വർക്ക്. പവർ എന്തായിരിക്കും? വർക്ക് ബൈ ടൈം. ഇനി ആ വർക്ക് എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. സോ വർക്കിനെ എന്തായിട്ട് മാറ്റി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറ്റി. mgh ബൈ ടി. കഴിഞ്ഞു. മാസ് വേണം. അതാണ് പ്രശ്നം. തന്നേക്കുന്ന മാസ് അല്ല, മീറ്റർ ക്യൂബ് വോളിയാണ്.
മീറ്റർ ക്യൂബിനെ ആദ്യം എങ്ങനെ വോളിയാക്കാൻ പറ്റും? ലിറ്റർ ആക്കാം. 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ. അപ്പൊ 30 മീറ്റർ ക്യൂബ് ഇൻറ്റു 1000 ലിറ്റർ. 8 കിലോഗ്രാം ആക്കാൻ ഈസിയാണ്. ഇൻറ്റു വെറുതെ kg 1 kg കഴിഞ്ഞു. 1 ലിറ്റർ 1 kg ആണ്. അപ്പൊ ഡയറക്റ്റ് kg ആക്കി മാറ്റാൻ പറ്റും. പിന്നെ G 10 കൊടുത്തു. ഹൈറ്റ് 40 എന്നറിയാം. ടൈം തെറ്റിക്കരുത്, സെക്കൻഡ് തന്നെ വേണം. പവറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? വാട്ട് ആണ്, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പൊ സെക്കൻഡ് ആക്കാൻ വേണ്ടി നമ്മൾ 15 × 60 ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഇൻപുട്ട് പവർ കിട്ടിപ്പോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കുറച്ചും നമ്മൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞപ്പോ കൺസർവേറ്റീവ് ഫോഴ്സിനെ പറ്റി പറഞ്ഞത്. അപ്പൊ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്തിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. വർക്ക് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ ഡിപെൻഡ് ചെയ്യൂ. ഇഫ് എ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, work done by that force is independent of path followed and it depends only on initial and final points. Okay, explain ചെയ്യാം. ഇപ്പോ A എന്ന് പറയുന്ന ഒരു പോയിന്റ്, B എന്ന് പറയുന്ന ഒരു പോയിന്റ്. A എന്ന് പറയുന്ന ഒരു ഹൈറ്റ്, B ഗ്രൗണ്ട് ആണെന്ന് വെച്ചു. ഓക്കെ, ഒരു ബോഡി നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. അതുപോലെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഫ്രിക്ഷൻലെസ് പാത്തി കൂടെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ലിഫ്റ്റ് ചെയ്യുക. ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ ഇല്ലാത്തൊരു പാത്തി കൂടെ നേരെ ലിഫ്റ്റ് ചെയ്യുക. ഒരു മാസ് ഞാൻ കുത്തനെ ലിഫ്റ്റ് ചെയ്യാണ്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ലിഫ്റ്റ് ചെയ്യാണ്, ഫ്രിക്ഷൻ ഇല്ലാന്ന് വെച്ചു. ആ സമയത്ത് വർക്കാണ്. ഈ ഹൈറ്റ് h ആണ്. അപ്പൊ ഈ ബോഡി ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഈ രണ്ട് കേസിലും ആ ചെയ്യുന്ന വർക്ക് സെയിം ആയിരിക്കും. കാരണം ഈ സമയത്ത് ചെയ്യുന്ന വർക്ക് എന്തായിട്ട് മാറും? എനർജി ആയിട്ട് കൺവേർട്ട് ആവും. എനർജി ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. അല്ലെ, ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാന്ന് പറയുന്നുണ്ട്, ഫ്രിക്ഷൻലെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചെയ്യുന്ന വർക്ക് എനർജി ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. എന്താ പിയുടെ ഇക്വേഷൻ? ബേസിക്കലി mg × ഹൈറ്റ് ആണ്. അല്ലെ, ഹൈറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ ആയിരിക്കും. അല്ലെ, കുത്തിനുള്ള മാത്രം നോക്കിയാൽ മതി. അത് ഈ കേസിലും സെയിം ആണ്, ഈ കേസിലും എന്താണ്? സെയിം തന്നെയാണ്. അല്ലാതെ ആ മാസ് പോയ പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പാത്ത് ഇൻക്ലൈൻഡ് പാത്തി കൂടെ പോകുന്നെങ്കിലും, ആ ബോഡി ഇൻക്ലൈൻഡ് പാത്തി കൂടെ പോണെങ്കിലും നമുക്ക് പൊട്ടൻഷ്യൽ കാണുന്ന സമയത്ത് എന്ത് മാത്രം മതി? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാത്രം മതി, ഹൈറ്റ് മാത്രം മതി. റൈറ്റ്? അപ്പൊ ഈ രണ്ട് കേസിലും ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ്? പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. അല്ലെ, ഈ പാത്താണോ? ഈ പാത്ത് അല്ല. ഇവിടെ കുത്തനെയാണ് പോയത്. ഇവിടെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടിയാണ്, ഒരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ പാത്ത് കൂടുതലുണ്ട്, എന്നിട്ടും അവിടെ വർക്ക് കൂടുതൽ വന്നില്ല. രണ്ട് കേസിലും വർക്ക് എങ്ങനെയാണ്? സെയിം ആണ്. അല്ലെ, രണ്ട് കേസിലെയും വർക്ക് m × g × ഹൈറ്റ് ആണ്. രണ്ട് കേസിലെയും വർക്ക് സെയിം ആണ്. സോ എന്ത് പറയാം? ആ വർക്ക് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അല്ലെ, അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാണ്? ആ ചെയ്യുന്ന വർക്ക് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. സോ എന്ത് പറയാം നമുക്ക്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ശരിയല്ലേ? ഇവിടെ mg ആരാണ്? നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കാരണം വർക്ക് mgh ഡിപെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ്. ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അത് പാത്തിനെ ഫോളോ ചെയ്യുന്നില്ല, പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. വേറെ ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു പാത്ത് A എന്ന് ബിയിലേക്ക് ഒരു ബോഡി മൂവ് ചെയ്യാം. ഫോഴ്സ് കാരണം ഒരു ബോഡി മൂവ് ചെയ്യാം. ആ ചെയ്യുന്ന വർക്ക് തന്നെയായിരിക്കും അത് ഈ ഒരു പാത്തിൽ കൂടെ പോയത്. ഏതാ? ഇങ്ങനെ പോകുന്ന പാത്തായാലും ആ പാത്തിൽ കൂടെ ഉള്ള വർക്കായാലും ഈ ഒരു പാത്തിലുള്ള വർക്കാണെങ്കിലും സെയിം വർക്കായിരിക്കും. എന്ത് ഫോഴ്സ് ആണെങ്കിൽ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇപ്പൊ നോക്കി, ഈ ഒരു പാത്താണെങ്കിലും ഏതാ ഇനീഷ്യൽ പോയിന്റ്? എ, ഫൈനൽ പോയിന്റ് ബി. ഈ പാത്താണെങ്കിലും ഇനീഷ്യൽ പോയിന്റ് ഏതാ? എയും ബി ആണ്. ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് സെയിം ആണെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ത്രൂ എ ക്ലോസ്ഡ് പാത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. വർക്ക് ഡൺ ത്രൂ എ ക്ലോസ്ഡ് പാത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ
നമ്മളൊരു ബോഡിയെ ലിഫ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു. ടോട്ടൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. mgh മൈനസ് mgh എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലോസ്ഡ് പാത്തിൽ കൂടെ ഉള്ള ഒരു ക്ലോസ്ഡ് പാത്തിലെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? എന്ത് ഫോഴ്സ് ആണെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ? ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. F is equal to minus du by dr. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. കൺസർവേറ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ വിച്ച് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നമുക്കൊരു കാര്യം കിട്ടും. അതിൽ നിന്ന് എഫ് ഡി ആർ അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ ഇസിക്കൽ എന്ത് കിട്ടും? മൈനസ് ഡി എന്ന് കിട്ടും. അതായത് എന്താണ് എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ചാൽ എഫ് എന്താ ഫോഴ്സ്, ഡി ആർ എന്താ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആരാ? വർക്ക് ഡൺ ആണ് അല്ലെ. അപ്പൊ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആരാ? ഡി യു. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഒരു മൈനസ് ഉണ്ട്. അപ്പൊ എന്ത് പറയാം? നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. അങ്ങനെയും പറയും. അപ്പോ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയാം. അപ്പൊ 4 പോയിന്റ്സ് ഞാൻ പഠിപ്പിച്ചു. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ work is independent of path follow. It depends only on initial and final point. Second point എന്താ? ഒരു ക്ലോസ്ഡ് പാത്തിലെ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. തേർഡ് പോയിന്റ്, we can relate F by a conservative force by a scalar. F is equal to minus du by dr. What is u? U is potential energy. Then എന്ത് കിട്ടും? F dot dr is equal to minus du. What is F dot dr? Work done. What is minus du? Negative of change in potential energy. So work done by a conservative force is the negative of change in potential energy. ഇതാണ് 4 പോയിന്റ്. ഏതെങ്കിലും 2 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്, ഡിപെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് പറഞ്ഞാൽ മതി. ക്ലോസ്ഡ് പാത്തിലെ വർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി 2 പോയിന്റുകളുണ്ട്. അതും കൂടെ പഠിച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി ആണ്. പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി ആണ്. That is power is equal to FV cos theta. Okay, power is equal to F dot V. Now, an elevator carrying the maximum load of 1,800 kilogram is moving up with a constant speed of 2 meters per second. The frictional force opposing the motion is 4,000 Newton. Determine the minimum power delivered by the motor to the elevator. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോക്കസ് ചെയ്തുള്ള ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്. ഓക്കെ, ഇപ്പൊ എന്താ പറയുന്നത്? ഒരു എലിവേറ്റർ ഉണ്ട്. ആ എലിവേറ്ററിന്റെ മാസ് എത്രയാ? മാസ് 1800 കിലോഗ്രാം ആണ് എന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂവിംഗ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അതിന് ചുമ്മാ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. അപ്പോ എപ്പോഴും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ? മോഷൻ ഓപ്പോസിറ്റ് ആണ്. ലിഫ്റ്റ് മൂച്ചിന്റെ മേളിലേക്ക് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഫ്രിക്ഷൻ വരിക? താഴത്തേക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ എഫ് ആർ ഈസ് ഈക്വൽ ടു 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ ആണ് ഫ്രിക്ഷൻ ഫോഴ്സ് പറയുന്നത്. അപ്പോ വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട്, അത് കൂടാണ്ട് എന്തുണ്ട്? ഫ്രിക്ഷനും ഉണ്ട്. മേളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ താഴത്തേക്കാണ് വെയിറ്റ് എം ജി ആക്ട് ചെയ്യുന്നത്, താഴത്തേക്കാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. കാരണം മേളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ ടു ദി ഇലവേറ്റർ. നമുക്ക് എന്തറിയാം? വെലോസിറ്റി അറിയാം അല്ലെ. എങ്ങനെയാ പവർ കാണാം? എഫ് ഡോട്ട് ബി ആണ്. എഫ് ഡോട്ട് ബി ആണ് എഫ് ഇൻറ്റു ബി ആണ്. ഇവിടെ ഫോഴ്സ് എങ്ങനെയാ ഫോഴ്സ് കൊടുക്കണ്ടേ? താഴത്തേക്ക് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെ ഫോഴ്സാ? വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വെയിറ്റിന് ലിഫ്റ്റ് ചെയ്യണം. അത് കൂടാണ്ട് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 ഫോഴ്സും കൂടെ ബാലൻസ് ചെയ്ത് മേളിലേക്ക് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ലിഫ്റ്റിന് മേളിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. 10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡിന്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ അതിന് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മിനിമം എന്ത് ചെയ്യണം? 10 ന്യൂട്ടൺ ഫോഴ്സെങ്കിലും കൊടുക്കണം. അപ്പോഴേ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുള്ളൂ. 100 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡിന്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ ഞാൻ മിനിമം 100 ന്യൂട്ടൺ ഫോഴ്സെങ്കിലും മേലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോ 1800 കിലോഗ്രാം മാസ് ഉണ്ട്. അപ്പൊ അതിനൊരു വെയിറ്റ് ഉണ്ട്. അപ്പൊ ആ വെയിറ്റെങ്കിലും മേലേക്ക് കൊടുത്താലേ മൂവ് ചെയ്യുള്ളൂ. പോരാ, അതിന്റെ കൂടെ എന്തുകൂടെ ഉണ്ട്? ഫ്രിക്ഷൻ കൂടെ ഉണ്ട്. സോ ആ വെയിറ്റ് പ്ലസ് ആ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്കിലും നമ്മൾ മേളിലേക്ക് കൊടുത്താൽ മാത്രമേ അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റിക്വയർഡ് ഫോഴ്സ് കാണണം അല്ലെ. റിക്വയർഡ് ഫോഴ്സ് കാണണം. സോ റിക്വയർഡ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് എന്തിനൊക്കെ ബാലൻസ് ചെയ്യണം? വെയിറ്റിനെ ബാലൻസ് ചെയ്യണം അല്ലെ. വെയിറ്റ് താഴത്തേക്ക് മേളിലേക്കാണ് മൂവ് ചെയ്യണേ. അപ്പൊ
ആ ഫോഴ്സ് വരും വെയിറ്റ് ഓഫ് ലിഫ്റ്റ് പ്ലസ് പിന്നെ എന്തുണ്ട് മേളിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് ഫ്രിക്ഷൻ താഴത്തേക്കുണ്ട് അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണം സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ വെയിറ്റ് കാണാം mg പ്ലസ് ഫ്രിക്ഷൻ എത്രയാ മാസ് 1800 ഓക്കെ ഇൻറ്റു ഞാൻ 10 എടുക്കാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ അപ്പൊ ജി ഒക്കെ 9 പോയിന്റ് എഴുതാം മതി ഇതാ പ്ലസ് എത്രയാ ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ഓക്കെ എന്താ വരിക 11000 പ്ലസ് 4000 എന്ത് കിട്ടും 22,000 കിട്ടും ഫോഴ്സ് അപ്പൊ ഇത്രയും ഫോഴ്സ് കൊടുക്കണം മോട്ടർ അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്യണം ഇനി പവർ കാണാം ഈസി ആയിട്ട് ഇങ്ങനെ പവർ കാണാൻ പറ്റും പവർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ബി എഫ് ഡോട്ട് ബി ആണ് ഫോഴ്സ് മുകളിലോട്ടാണ് വെലോസിറ്റി മേളിലേക്കാണ് ആംഗിൾ 0 അപ്പൊ എഫ് ഇ കോസ് 0 വരും എഫ് ഇന്ന് എഴുതാം അല്ലെ എഫ് എത്രയാ ഫോഴ്സ് കിട്ടിയത് 22,000 ഇൻറ്റു എത്രയാ വെലോസിറ്റി 2 റൈറ്റ് അപ്പൊ എന്ത് കിട്ടും പവർ ഈസ് ഈക്വൽ ടു 44,000 കിട്ടും വാട്ട് എന്ന് കിട്ടും കിലോ വാട്ട് ആക്കാം 5,000 ചെയ്താൽ മതി എന്താ കിട്ടാം പവർ ഈസ് ഈക്വൽ ടു 44 കിലോ വാട്ട് എന്ന് കിട്ടും അത്രയും പവർ ആ മോട്ടർ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ ലിഫ്റ്റ് മേളിലേക്ക് വിത്ത് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് യുവർ എബോവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ അപ്പോ ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം നമ്മൾ ഹോഴ്സ് പവറിൽ കണ്ടത് ഇപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു പവർ ഈസ് ഈക്വൽ ടു 44,000 ആയിരുന്നു അല്ലെ 44,000 വാട്ട് ആയിരുന്നു ഇതിനെ ഹോഴ്സ് പവർ ആക്കാം എച്ച് പി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പൊ നമുക്കറിയാം 1 എച്ച് പി എന്ന് പറയുന്നത് 746 വാട്ടാണ് ഒരു എച്ച് പി ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വാട്ടിനെ ഹോഴ്സ് പവർ ആക്കണം എന്താ ചെയ്യാം പവർ ഈസ് ഈക്വൽ ടു തന്നേക്കുന്ന ഒരു വാട്ടാണ് കിലോ വാട്ട് ആക്കാൻ വേണ്ടി അല്ലെ സോറി എച്ച് പി ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യാം 44,000 by 746 ചെയ്യുമ്പോൾ എന്ത് കിട്ടിക്കോളും നമുക്ക് ഹോഴ്സ് പവർ തന്നേക്കുന്നത് വാട്ടായിരുന്നു അതിനെ ഹോഴ്സ് പവർ ആക്കണം 1 ഹോഴ്സ് പവർ ഈക്വൽ എന്താണ് 746 വാട്ട് ആണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് 746 എന്ത് ചെയ്യാം 44,000 ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കോളും കറക്റ്റ് എച്ച് പി കിട്ടിക്കോളും ഓക്കെ